നാം ഒക്കെയും ഈ ഭൂമിയിൽ ചില മനുഷ്യരായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാം അതാത് മതത്തിന്റെ വിശ്വാസത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായിട്ട് നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ നമ്മൾ തുടർന്നു. ചിലരുടെ മാതാപിതാക്കൾ ഹിന്ദു മതവിശ്വാസത്തിലായിരുന്നുകൊണ്ട് അവർക്ക് ജനിച്ച മക്കള് ഹിന്ദു മതവിശ്വാസത്തിലും, ചില മാതാപിതാക്കള് ക്രിസ്തീയ മതവിശ്വാസത്തിലായിരുന്നതുകൊണ്ട് അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ ക്രിസ്തീയ മതവിശ്വാസത്തിലും, മുസ്ലിം മതത്തിലായിരുന്ന മാതാപിതാക്കൾക്ക് മുസ്ലിം മതവിശ്വാസിയായിരിക്കുന്ന മക്കളും ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥമായിരിക്കുന്ന അനുഭവം ഒരുപോലെയല്ലയോ? നമ്മുടെ ആരാധനകൾക്ക് മാറ്റമുണ്ടെങ്കിലും വിശ്വാസങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനുഷ്യൻ എന്നുള്ള പദവിയിലുള്ള മാനുഷികമായിരിക്കുന്ന വിചാരങ്ങള്, വേദനകള്, ദുഃഖങ്ങള്, പ്രത്യാശകള്, ആഗ്രഹങ്ങള് ഇതെല്ലാം തുല്യമല്ലയോ പ്രിയപ്പെട്ട? എല്ലാവരും തുല്യമാണ്. എല്ലാവരുടെയും വേദന തുല്യമാണ്. എല്ലാവരുടെയും കണ്ണുനീര് ഒരേപോലെയാണ്. എല്ലാവരും മരണഭീതിയിലാണ്. രോഗം വന്നപ്പോൾ, കൊറോണ വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് പിടിച്ചില്ല, ഹിന്ദുക്കൾക്ക് പിടിച്ചില്ല, ക്രിസ്ത്യാനികൾക്ക് പിടിച്ചുള്ളൂ. അല്ല, അത് വന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പിടിച്ചില്ല, മറ്റുള്ളവർക്ക് പിടിച്ചു. അങ്ങനെയാണോ? അല്ല പ്രിയപ്പെട്ട. ഏത് രോഗം വന്നാലും എല്ലാ ശരീരങ്ങളും രോഗാണുക്കൾക്ക്, വൈറസുകൾക്ക് തുല്യമായിരിക്കുന്ന പോലെ എല്ലാ മനുഷ്യരുടെയും വേദനകൾ തുല്യമാണ്. എന്നാൽ നമ്മൾ വിചാരിക്കും നമുക്ക് മറ്റൊരു കാറ്റഗറി എടുക്കാം. ഇനി സമ്പന്നന്മാരുണ്ട്, ദരിദ്രന്മാരുണ്ട്. ദരിദ്രന്മാർ പലപ്പോഴും പറയുന്നത് സമ്പന്നന്മാർ എന്തൊരു ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. സമ്പന്നന്മാരുടെ ഭയങ്കരമായിരിക്കുന്ന വേദനകളെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എന്താണ് ഇടപെടാതെ അനേകം ആൾക്കാരുടെ സുവിശേഷം അറിയിക്കുമ്പോൾ ഓരോരുത്തരുടെയും വേദനകളും ദുഃഖങ്ങളും അവരുടെ മനോഹരമായിരിക്കുന്ന മട്ടുപ്പാവിന്റെ ഉള്ളില് ഓരോരുത്തരും എന്താണ് തകർന്നുറങ്ങുന്നത് ഞങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും ദുഃഖിതരാണ്, എല്ലാവരും നിരാശരാണ്. നാളെ ജീവിക്കുവാൻ വേണ്ടി നമ്മൾ എന്താണ് തെറ്റായിരിക്കുന്ന വഴികളെ മറ്റുള്ളവരെ കബളിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ കബളിപ്പിച്ച് അല്പം പണം നേടുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റവൻ മണ്ടനാണ്, ഞാൻ അങ്ങ് വലിയവനാണ്. നല്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നിനക്ക് മരണമുണ്ടെങ്കിൽ നീ ആരെ കബളിപ്പിച്ചുവോ, ആരെ വഞ്ചിച്ചുവോ അതേ മനുഷ്യന്റെ മുമ്പിൽ നീ എന്താണ് നിൽക്കേണ്ടി വരും. നമ്മൾ ആരെയൊക്കെ വഞ്ചിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ കബളിപ്പിച്ചിട്ടുണ്ടോ, മരിച്ചതിന് ശേഷം എല്ലാവരുടെയും മുമ്പിൽ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ നിന്റെ വലിയ ഉന്നത ഭാവം ഇന്ന് തകർത്തോണം, ഇന്ന് തന്നെ താഴ്ത്തിക്കോണം. ദൈവമേ, എനിക്കൊരു മരണമുണ്ട്, മരിച്ചതിന് ശേഷം എന്റെ തെറ്റുകൾക്ക് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അയ്യോ, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്ന് ബൈബിള് പറയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. അവന്റെ ക്രോധം, അവന്റെ പ്രതികാരം ഭയാനകമാണ്. ഒരു മനുഷ്യന്റെ പ്രതികാരത്തിന്റെ മുമ്പിൽ നമുക്ക് നിൽപ്പാൻ ശക്തിയില്ലെങ്കിൽ, ഒരു മനുഷ്യനായിരിക്കുന്ന ജഡ്ജി ആയിരിക്കുന്ന ഒരു കോടതിയുടെ മുമ്പിൽ നിനക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയത്തില്ലെങ്കിൽ, അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നിന്റെ പാപത്തിന്റെ കടവുമായിട്ട് നീ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഭയാനകമാകും. ആകയാൽ നോക്കുവിന് ഞങ്ങൾ സുവിശേഷം പറയുന്നു. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാല് പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും പാപം ചെയ്തവരാ. ഈ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തോ നല്ല മനുഷ്യരാണ്. നല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പോലെ പാപം ചെയ്ത, നിങ്ങളെ പോലെ എന്താണ് മറ്റുള്ളവരെ കബളിപ്പിച്ച, നിങ്ങളെ പോലെ നിങ്ങൾ ചെയ്ത എല്ലാ പാപത്തിലും ഇരട്ടിയായിട്ട് പാപം ചെയ്ത ചില പാപികളായിരുന്ന മനുഷ്യര് പ്രത്യാശയില്ലാതെ ഞങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ വഴിത്തളിക്കിൽ നിന്ന് പ്രസംഗിക്കുന്ന ഉപദേശിമാരുടെ പ്രസംഗം കേട്ടും ദൈവത്തിന്റെ വചനം ഞങ്ങൾ വായിച്ചും ഞങ്ങൾക്ക് മരിച്ചതിന് ശേഷം ഒരു ന്യായവിധി ഉണ്ടെന്നും അതിനപ്പുറം പാപികളായിരിക്കും നമ്മളെ തേടി വന്ന ഒരു ദൈവസ്നേഹമുണ്ടെന്നും ഞങ്ങൾ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ തന്നെ താഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തിയത് യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാളിലാണ്. നിങ്ങൾക്ക് എന്നെ അറിയാം. എന്റെ പേര് വിജയഗോപാൽ. ഞാൻ ഹിന്ദു മതവിശ്വാസത്തിൽ ജനിച്ച് ജീവിച്ച് ആ മതവിശ്വാസത്തെ ആശ്രയിച്ച് അഹങ്കാരപൂർവ്വം ജീവിച്ച ഒരു മനുഷ്യനാണ്. തെരുവോരങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന ഉപദേശിമാരെ ഞാൻ പുച്ഛത്തോടെ നോക്കിയിട്ടുള്ളൂ. ഒരു പണിയുമില്ലാത്ത ഒരു എന്താണ് എല്ലായിടത്തും നശിച്ചു പോയ കുറെ പേര് മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത് കൊണ്ട് ഞാനും പറഞ്ഞു. അതിനപ്പുറം അവരുടെ പ്രസംഗം എന്താണെന്നോ, ഇവരെന്താണ് ആഗ്രഹിക്കുന്നതെന്നോ കേൾക്കാൻ ഒരു സാന്നിധ്യമില്ലാതെ, ഇവരെന്താണ് എന്നോട് പറയാനുള്ളതെന്ന് കേൾപ്പാൻ ഒരു മനസ്സില്ലാതെ, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന കർത്താവിനെ ഇവർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അതിനെ നിഷ്കരണം തള്ളി. ആവട്ടെ, നിന്റെ മതഭക്തി കൊണ്ട് നീ എന്ത് നേടി? എല്ലാവരും പറഞ്ഞു. ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മതവിശ്വാസം കൊണ്ട് നിങ്ങൾ എന്ത് നേടി? പ്രിയപ്പെട്ടവരെ, എല്ലാവരും കണ്ണുനീരിലും ദുഃഖത്തിലും ജീവിച്ചു. ആട്ടെ, ഭൂമിയിലെ ജീവിതം അത്രയേ ഉള്ളൂ. എന്നാൽ നോക്കുവിന് നമുക്കൊരു മരണമുണ്ട്. യഥാർത്ഥമായിരിക്കും നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷമാണ്. ഒരു ചോദ്യം ചോദിച്ചിട്ട് എല്ലാവരോടും, ഞങ്ങളെ കേൾക്കുന്ന ക്രിസ്തീയ മത പുരോഹിതന്മാരോടും ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ഇതര ജാതി മതസ്ഥരും വലിയവരും ചെറിയവരുമായിരിക്കുന്ന എല്ലാവരുടെ ഒരു ചോദ്യം കർത്താവാണ് ചോദിച്ചത്. ഇന്ന് നിനക്കൊരു മരണ ദിവസം ഉണ്ടെങ്കിൽ മനുഷ്യൻ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം നമ്മുടെ മരണമാണ്. അതായത് നമ്മൾ മരിക്കുമെന്നൊരു അറിവല്ലാതെ നമ്മുടെ നാളെ പറ്റി നമുക്കൊരു അറിവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മരണ ദിവസം ഇന്നാണെങ്കിൽ നീ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? യേശുക്രിസ്തു പറഞ്ഞ വണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ അവക്കൊരു പ്രായമായി കഴിഞ്ഞാൽ അവളെ വിവാഹം കഴിച്ച് അയക്കാൻ നമ്മൾ കൊതിക്കുന്നത് പോലെ
പോലെ എനിക്ക് യഥാർത്ഥമായിരിക്കുന്ന ഒരു ജീവിതം മരിച്ചതിന് ശേഷമാണ്. ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ദൈവത്തോടു കൂടിയാണോ അതോ നരകാഗ്നിയിലേക്കാണോ? എന്റെ പാപങ്ങളെ ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമുണ്ടോ? എന്നെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു ദൈവമുണ്ടോ? എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഇത്യാദി കാര്യങ്ങളെ നിങ്ങൾ അന്വേഷിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തുകയും സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു മറുചോദ്യം, ആരപ്പ ഈ ദൈവം? എല്ലാവരും പറയുന്നത് ദൈവം ദൈവം. ദൈവത്തിന്റെ പേര് പറഞ്ഞാണ് എല്ലാ ജാതി മത്സരവും തമ്മിൽ കൊല്ലുന്നത്. ദൈവത്തിന്റെ പേര് പറഞ്ഞാണ് എല്ലാവരും കൊല്ലുന്നത്. അപ്പൊ തേണ്ട ഒരുത്തം പറയുകയാണ് ദൈവം സ്നേഹമാകുന്നുവെന്ന്. ദൈവം സ്നേഹമാകുന്നുവെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഇത്രയും കഷ്ടങ്ങള്? ദൈവം ഭൂമിയിലാണെങ്കിൽ ഈ രോഗങ്ങള്. ദൈവം സ്നേഹമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കണ്ണുനീരും നിലവിളിയും? പ്രിയപ്പെട്ടവരെ, നിരന്തരമായിരിക്കുന്ന ചിലരുടെ ചോദ്യങ്ങളാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ കാരണം എന്താണ്? ഞാൻ നിങ്ങൾക്കൊരു ഉപമ വഴി, യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമ വഴി ഞാൻ തെളിയിച്ചു തരാം. അതായത് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞു. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഈ അപ്പൻ എന്താണ്? ഒരു രാജാവാണ്. ഈ മക്കൾ രാജകുമാരന്മാരാണ്. അപ്പന്റെ മടിത്തട്ടിൽ ഇവർ കളിച്ചു വളർന്നു. ആ അപ്പന്റെ 100 കണക്കിന് വേലക്കാരുടെ ശുശ്രൂഷയായിട്ട് ഇവർ ജീവിച്ചു. ഒന്നിനും ഒരു കുറവില്ല, എപ്പോഴും സന്തോഷം തന്നെ. എന്നാൽ ഒരു ദിവസം ഇളയ മകൻ യൗവനക്കാരനായപ്പോൾ അവൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് തരേണ്ടുന്ന സ്വത്ത് ഇത് തന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്തു? അപ്പൻ ആ സ്വത്തിന്റെ ഒരു ഭാഗം വീതം വെച്ച് തന്റെ മകന് കൊടുത്തു വിട്ടു. ആ മകൻ ആ സ്വത്ത് വിറ്റ് ആ പണവുമായിട്ട് ദൂരദേശത്തേക്ക് പോവുകയാണ്. അങ്ങ് അനേക കാലം ദൂരെ പോയിട്ട് ആ യൗവനക്കാരനായ രാജകുമാരന് ആ സ്വത്ത് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. മദ്യപിച്ചും ദുർനടപ്പ് ആചരിച്ചും തെറ്റായിരിക്കുന്ന വഴികളിലും ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെ അവൻ ദരിദ്രനായിട്ട് തീർന്നു. അവനായിരുന്ന ദേശത്തെ കഠിനമായിരിക്കുന്ന ക്ഷാമം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലും കുടിപ്പാനില്ല. അപ്പോൾ അവനൊരു ജോലി അന്വേഷിച്ചു. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഉപജീവനം കഴിയുമല്ലോ. അവൻ ജോലി അന്വേഷിച്ചിട്ട് കിട്ടിയത് എവിടെയാണെന്ന് അറിയുമ്പോൾ ഒരു പന്നിക്കൂട്ടിലാണ്, പന്നി ഫാമിലാണ്. പന്നിയെ തീറ്റുന്ന ജോലി അവന് കിട്ടി. നോക്കണേ, ഒരു രാജകുമാരനായിരുന്നവൻ 100 കണക്കിന് വേലക്കാരുടെ ആ ശുശ്രൂഷ ഏറ്റവൻ ഇപ്പോൾ ഒരു പന്നിയെ തീറ്റുന്ന ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്രയും നാറ്റമുള്ള ഒരു ജീവിതം വേറെ ഇല്ല. അവൻ അങ്ങനെ പന്നിക്കൂട്ടില് അവനെ ആ പന്നികളെ പരിചരിക്കുമ്പോഴവന് വിശന്നിട്ട്, പ്രിയപ്പെട്ട, ഈ ലോകത്തിൽ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഏറ്റവും നികൃഷ്ടമായിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിയാണ് പന്നികള്. ആ പന്നി തിന്നുന്ന ഭക്ഷണം കഴിക്കാൻ അവൻ കൊതിച്ചിട്ട് അതുപോലും ആ പന്നിയുടെ ഉടമസ്ഥൻ അവന് കൊടുത്തില്ല. നോക്കെ, ഈ മകൻ ഇപ്പോൾ ഈ ദുഃഖത്തിലേക്ക് പോയതിന്റെ കാര്യം എന്താണ്? പ്രിയപ്പെട്ട, തീർച്ചയായിട്ടും അവൻ അവന്റെ അപ്പനെ വിട്ടു പോന്നതാണ്. യഥാർത്ഥത്തിൽ അവന്റെ കഷ്ടത്തിന് ഉത്തരവാദി അവന്റെ അപ്പനാണോ? അല്ല. ഞാൻ ചോദിച്ചത് എന്താണ്? ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കഷ്ടം വന്നു? പ്രിയപ്പെട്ട, ദൈവമുണ്ട്, ദൈവം സ്നേഹവാനുമാണ്. എന്നാൽ നോക്കുവിന്, നാം ദൈവത്തെ വിട്ടു പോകുന്നത് കൊണ്ടാണ് ഈ കഷ്ടങ്ങളിലേക്ക് വന്നത്. നാം ദൈവത്തിന്റെ സാന്നിധ്യം തള്ളിക്കളഞ്ഞു. അയ്യോ, ഞാൻ തള്ളിക്കളഞ്ഞില്ലല്ലോ. ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, അത് എങ്ങനെയാണ് തെളിയിക്കുന്നത് അറിയാമോ? മനുഷ്യന്റെ ചരിത്രം ഇതാണ്. ഈ ഭൂമിയിൽ മനുഷ്യജാതി ഉണ്ടായിട്ട് ഏതാണ്ട് 6000 വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ടൊരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി അത് ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള വ്യക്തിയായിട്ട് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതൊരു നിർത്തി. ഒരു പുരുഷനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. 6000 വർഷത്തെ ചരിത്രം മാത്രമേ ഭൂമിയിൽ മനുഷ്യനുള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഏക മനുഷ്യൻ അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞു. ദൈവം അവന് സകല അധികാരികളും ഭൂമിയിൽ കൊടുത്തിരുന്നു. ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളുടെ മേലും നിലത്തെഴിയുന്ന എല്ലാ ഉരകജാതികളുടെ മേലും വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു. നോക്കുവിൻ, ദൈവം സൃഷ്ടിച്ചത് ഒരു പുരുഷനെ. നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചല്ല. അയ്യോ, ഇവിടെയുള്ള ക്രിസ്തീയ മതവിശ്വാസികൾ പറയും അവര് ദൈവത്തിന്റെ മക്കൾ, അവർ പക്ഷെ പാപികളുമാണ്. പ്രിയപ്പെട്ട, നിങ്ങൾ പോഷകമാകുന്നു വിശ്വസിക്കുന്നത്. ഈ ഭൂമിയിൽ ആരും ദൈവത്തിന്റെ മക്കളായിട്ട് ജനിക്കുന്നില്ല. എന്നാൽ നോക്കുവിന്, എല്ലാവരും പാപം ചെയ്ത ആദമിന്റെ സന്തതികളാണ്. ആദമോ പാപം ചെയ്ത് സാത്താന്റെ സന്തതിയായിട്ട് പരിണാമം ചെയ്തവന്. അവൻ ദൈവത്തിന്റെ മകൻ എന്നുള്ള പദവിയിൽ മരിച്ച് അവൻ സാത്താന്റെ സന്തതിയായിട്ട് രൂപാന്തരം ചെയ്യപ്പെടുകയും അവൻ ദൈവത്തിന്റെ ശത്രുവും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനുമാണ്. ഈ ഏക പുരുഷന്റെ രക്തത്തിൽ നിന്ന് പ്രിയപ്പെട്ടത് നമ്മളെല്ലാം ജനിച്ചത്. എന്നാൽ കാലക്രമേണ ഇങ്ങോട്ട് വന്നപ്പോൾ ദൈവമാരെന്ന് തിരിച്ചറിയാതെ ദൈവമുണ്ടെന്നറിയാം. ഈ ലോകത്തിലെ ഈ സകല പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളെ കാണുമ്പോൾ, ഈ കാര്യങ്ങളെ കാണുമ്പോൾ ഇതിനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദൈവമാരെന്ന് മനസ്സിലാക്കുവാൻ അവരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടത് വഴി മരിച്ചവരായതുകൊണ്ട് അവർ സ്വന്തമായിട്ട് ദൈവങ്ങളെ സൃഷ്ടിക്കുകയും അതാത് ദൈവങ്ങൾക്ക് അവരവര് തന്നെ ആരാധനാക്രമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞ് അനേക ജാതികളായിട്ട് ഭൂമി മുഴുവനും മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു. ഒരുത്തിൽ നിന്നല്ലയോ ദൈവം സകല ജാതികളെയും ലോകമെങ്ങും കൊടിയിരിപ്പാനായിട്ട് സൃഷ്ടിച്ചത്. ലോകപ്രിയയുടെ ഇവർ ദൈവങ്ങളെ സൃഷ്ടിച്ചു.
സൃഷ്ടിച്ചു. അത് ദൈവമാണോ? അല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചവനല്ലയോ? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനല്ലയോ ദൈവം? ദൈവം ദ്രവിച്ചു പോകാത്തവനും അനാദികാലം മുതലുള്ളവനും ആരംഭവും അവസാനമില്ലാത്തവനുമല്ലയോ? അവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട, അവനെ പറ്റി, യേശു ക്രിസ്തുവിനെ പറ്റി ഞാൻ പറയുന്നു. ആ ക്രിസ്തു 6000 വർഷങ്ങൾക്ക് മുമ്പെന്നല്ല, ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു, ദൈവവചനമായിരിക്കുന്ന ക്രിസ്തു. അവനെ പറ്റി പ്രസംഗിക്കരുതെന്ന് ഈ ചരിത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷൻ ചെയ്ത പാപത്താല് അവന്റെ രക്തത്തിൽ പറഞ്ഞ നമ്മള് അനേക ജാതി മതസ്ഥരായിട്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ കൊന്നൊടുക്കി എല്ലാവരും നരകാഗ്നിയിലേക്ക് ഒടുങ്ങി പോകുമ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ, അതായത് ദൈവത്തിൽ പാപമില്ല, പാപമുള്ളതൊന്നും ദൈവമല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ ഇരുട്ടൊട്ടുമില്ലാത്തവനാണ് ദൈവം. അതുകൊണ്ടാണ് സ്വർഗം പോലും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിർമ്മലമല്ല എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു, കുഞ്ഞുങ്ങളെ, നമ്മളെ ദൈവം സ്നേഹിക്കുന്നതിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ? അവൻ ഈ താണ ലോകത്തിലേക്ക് നമ്മളെ തേടി ഇറങ്ങി വന്നാണ്. നോക്കുവിന് ആ മകന് ആ പന്നിക്കൂട്ടില് ആ കഠിനമായിരിക്കുന്ന വേദകൾ കടക്കുമ്പോഴ് അവൻ ഇങ്ങനെ നിലവിളിച്ചു, എന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയിരുന്നെങ്കിൽ. എന്റെ അപ്പന്റെ അടുക്കൽ എത്രയോ കൂലിക്കാരുണ്ട്, അവരൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേലക്കാർ പന്നികൾക്ക് കൊണ്ട് എറിഞ്ഞു കളയാണ്. ആ മനോഹരമായിരിക്കുന്ന ഫുഡ് കൊണ്ട് പന്നികൾക്ക് എറിഞ്ഞു കളയാണ് ബാക്കി വരുന്നത്. ആ അപ്പന്റെ മകനായിരിക്കുന്ന ഞാനോ പന്നിയുടെ ഭക്ഷണം പോലും കിട്ടാതെ ഇവിടെ വലഞ്ഞപ്പോൾ ഞാൻ എന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. എന്നിട്ട് ഞാൻ എന്റെ അപ്പനോട് പറയും, അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് പറയുവാൻ എനിക്ക് യോഗ്യതയില്ല. എനിക്ക് ഭക്ഷണം മാത്രം മതി, ഞാൻ കൂലിക്കാരനായിട്ട് തീർന്നോളാം എന്ന് പറയണമെന്ന് നിരൂപിച്ചുകൊണ്ട് അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ ദൂരദേശത്തൂന്ന് ദൂരെ മകൻ കടന്നു വരുന്നത് കീറിയ കുപ്പായവും പൊട്ടിയ പാണ്ഡവും പൊട്ടിയ ചെരുപ്പും ഇട്ടുകൊണ്ട് ആ വിഷണ്ണനായിട്ട് കടന്നു വരുന്ന നാറ്റമുള്ള മകനെ ദൂരെ വെച്ച് അപ്പൻ കണ്ടു. അപ്പൻ എന്ത് ചെയ്തു? ആ മട്ടുപ്പാവിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് ആ നാറ്റം വമിക്കുന്ന മകനെ അതേ രൂപത്തിൽ ചുംബിച്ചു, കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചിട്ടെല്ലാം അവന്റെ ആ പാപ സ്വഭാവത്തിൽ, അതേ സ്വഭാവത്തില് ആ അപ്പൻ അവനെ മാറോട് ചേർത്തിട്ട് വേലക്കാരോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ മകനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നതാ, അവൻ മടങ്ങി വന്നിരിക്കുന്നു. അവൻ മരിച്ചവനായിരുന്നു, ഇതാ അവൻ ജീവിച്ചിരിക്കുന്നു. വേഗം തടിച്ച കാളക്കുട്ടി അറുത്തവന് വിരുന്നൊരുക്കുവിന്, ഇതാ അവന് ഏതാണ്ട് പുതിയ ചെരുപ്പ് ധരിപ്പിന്, വസ്ത്രം ധരിപ്പിന് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ അവന്റെ വേലക്കാരെ ഉദ്യമിപ്പിച്ചിട്ട് അവന്റെ കയ്യിലിരുന്ന മുദ്രമോതിരമൂരി അവന്റെ കരങ്ങളിലിട്ടിട്ട് ആ അപ്പനും മകനും ഒന്നിച്ച് അന്ന് അത്താഴം കഴിക്കുകയാണ്. നോക്കുവിനെ, ആ അപ്പനെ തള്ളി കടന്നുപോയ മകൻ മടങ്ങി വന്ന നാളില് അപ്പൻ വീണ്ടും അവനെ സൗഭാഗ്യത്തിലേക്ക് തിരിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദുഃഖവേളകളില്, നിങ്ങളുടെ നാശത്തിന്റെ അനുഭവത്തില് നമ്മുടെ അപ്പൻ ചെയ്ത ആദമിന്റെ പ്രവൃത്തികളാൽ നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ ആ മകൻ അനുഭവിച്ച സമാധാനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പ്രിയപ്പെട്ടവരെ. ആ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നോക്കുവിനെ, ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് പാപത്താൽ മരിച്ചുപോയിരുന്ന ജനങ്ങളെ തേടി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ അയച്ചു. ലോകാവസാനത്തെങ്കിൽ ദൈവത്തിന്റെ മടിയിലിരുന്ന തന്റെ പുത്രനായിരിക്കുന്ന ഏകജാതനായ പുത്രനെ തന്നെ പാപികളായിരുന്ന ദൈവത്തിന് ശത്രുക്കളായിരുന്ന നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് മരിപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമ്മൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കണം, നമ്മൾ നരകത്തിൽ പോകണം. എന്നാൽ ദൈവം പറഞ്ഞു, വേണ്ട, നീ പോകണ്ട. എന്റെ നിയമത്തിന് മാറ്റം വരുത്താതെ നിന്റെ മേൽ വെച്ചിരിക്കുന്ന എന്റെ പാപത്തിന്റെ ശിക്ഷ ഞാൻ എന്റെ പുത്രന്റെ മേൽ കൊടുക്കാം. അങ്ങനെ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയക്കുകയും അവൻ ലോകാരംഭത്തിന് മുമ്പേ ഉള്ളവനും അവൻ ഇന്നുള്ളവനും നാളെ ലോകാവസാനത്തിന് ശേഷമുള്ള പുത്രനെ ഒരു മനുഷ്യന്റെ ശരീരമുള്ളവനായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് അയക്കുകയും അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ സ്വയം ചുമലിലേറ്റി നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനിട്ട് അവൻ ക്രൂശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിയോടുകൂടെ തന്റെ പ്രാണനെ ഉപേക്ഷിച്ച് കളയാണ്. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യങ്ങൾ അവന്റെ മേൽ പിതാവ് കൊടുത്തപ്പോഴും ആ ദൈവ കോടതിയുടെ മുമ്പിൽ അവൻ അടിയേറ്റ് തകർക്കപ്പെടുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അടിയേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ ദണ്ഡനം എത്തിക്കുന്നു. അല്ലയോ മദ്യപാനി, നീ ഇന്ന് കുടിച്ച കള്ളിന്റെ ശിക്ഷയും കൂടെ അവൻ ഏറ്റെന്ന്. അല്ലയോ മോഷ്ടാവേ, നീ ഇന്ന് മോഷണം ചെയ്തതിന്റെ കുറ്റം കൂടെ യേശുക്രിസ്തു ഏറ്റെന്ന്. മറ്റ് തെറ്റായിരിക്കുന്ന വഴിയിൽ പോകുന്നവനെ നിന്റെ ഓരോ തെറ്റിന്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെന്ന്. ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നവനെ നിന്റെ ഈ ആരാധനയുടെ പാപം കൂടെ യേശുക്രിസ്തു സ്വയം ഏറ്റെന്ന്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റതാണ്. നിന്റെ പാപത്തിന്റെ കടം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു വീട്ടിയതാണ്. ഇന്നും പാപമുണ്ടെന്നും ശാപമുണ്ടെന്നും പറഞ്ഞ് ഒരുത്തൻ വന്ന് പുരോഹിതന്മാരെ, ക്രിസ്തീയ മത പുരോഹിതന്മാരുൾപ്പെടെ പാപമോചനം നൽകി തരുവാൻ കഴിയാതെ നിങ്ങളെ നരകാഗ്നിയിലേക്ക് നടത്തുമ്പോൾ നിങ്ങളുടെ ഞാൻ പറയുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാപത്തിന്റെ കടച്ചിട്ട് യേശുക്രിസ്തു കീറിക്കളഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ എത്ര പണം ചെലവഴിച്ചു?
കഴിച്ചു. പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ മലകൾ താണ്ടി, പാപമോചനത്തിന് വേണ്ടി എത്രയോ നോയമ്പ് നോറ്റു. ഇന്നും ക്രിസ്തീയ മതവിശ്വാസികൾ നൂറ്റാണ്ടുകളായിട്ട് പാപികളും ദോഷികളുമാണ്. പാപികളും ദോഷികളും എന്നുള്ള പദവിയിൽ നിങ്ങൾക്കൊരു മാറ്റം വന്നില്ല. ഹിന്ദുവായിട്ട് ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത ആചാരങ്ങളിൽ നിരവധിയായിരിക്കുന്ന പറഞ്ഞ തീരാത്തവണ്ണം ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു. പക്ഷെ എന്താണ്, ഒരു ദിവസം ഒരു വീട് വെക്കണമെങ്കിൽ രാഹുകാലം നോക്കാതെ ഒക്കത്തില്ല. എന്റെ അമ്മാവനൊരു പൂജാരിയായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി, അദ്ദേഹത്തിന്റെ മൃതശരീരം വീടിനകത്തുനിന്ന് പുറത്തെടുക്കാൻ പോലും രാഹുകാലം നോക്കേണ്ട ഗതികേടാണ്. ആ രാഹുകാലത്തിൽ നിന്ന് പോലും രക്ഷിപ്പാൻ കഴിയാത്ത നമ്മുടെ മതവിശ്വാസങ്ങള്, പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങള് നമ്മുടെ പണവും സമയവും വെറുതെ വ്യർത്ഥമാക്കി കളഞ്ഞതല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സന്തോഷം നിങ്ങൾക്കുണ്ടോ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമാധാനം നിങ്ങൾക്കുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ വേദനയുടെ എണ്ണം കൂടിയാണ്. അതിന് നമ്മുടെ പുരോഹിതന്മാർ പുതിയ പുതിയ ശുശ്രൂഷകളും വഴിപാടുകളും നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഓരോരുത്തരും എന്താണ്, ബ്ലേഡിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പാപപരിഹാരം നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട, ഇതെല്ലാം വ്യർത്ഥമാണ്, ദൈവത്തിന് വിരുദ്ധമാണ്. ആകയാൽ ആ ക്രൂശിലേക്ക് നോക്കുകയും 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ തന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെടുമ്പോഴേ നമുക്ക് പകരക്കാരനായിരിക്കുന്ന ഒരു അകൃത്യയാഗമായിട്ട് അവൻ തീരുകയാണ്. അവൻ ആ ക്രൂശില് നമ്മുടെ പാപ ചുമടേറ്റുകൊണ്ട് ആ കാൽവറി ക്രൂശിലേക്ക് കയറി മരിക്കുമ്പോഴേ ദൈവത്തിന് നമ്മളോടുള്ള പ്രസാദമുണ്ടായിട്ട്, ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം മാറ്റപ്പെട്ടിട്ട് ആ ദൈവത്തിന്റെ സ്വർഗം തിരശ്ശീല കീറിക്കളഞ്ഞ് നമുക്ക് വേണ്ടി തുറന്നു തരികയും ഏത് പാപിക്കും സൗജന്യമായിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴി, പുതിയ നിയമം ആരംഭിക്കുകയും ചെയ്തു. ഇനി യാഗമില്ല, ബലികളില്ല, കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല, വഴിപാടുകളില്ല, പ്രിയപ്പെട്ട നോയമ്പുകളില്ല, ഇനിയും എന്താണ്, തിരുനാളുകളും പെരുന്നാളുകളുമില്ല. ഇതെല്ലാം ചെയ്യുന്നവര് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കുറ്റക്കാരായിട്ട് തീർന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിന്റെ സകല പാപത്തിന്റെ കടം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവകോടതിയുടെ മുമ്പിൽ വീട്ടിട്ടും അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ നീ പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നത് വഴി ദൈവക്രോധം നിങ്ങളുടെ മേൽ വ്യാപരിക്കാണ്. ഓരോ നോയമ്പ് നോക്കുമ്പോഴും ഓരോ വഴിപാടും യാഗം ചെയ്യുമ്പോഴും നിന്റെ സമാധാനം കുറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നീ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരിൽ നിന്ന് കുറ്റക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. എന്ത് വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ? ഞാൻ മരിക്കേണ്ടവനായിരുന്നു, ഞാൻ പാപിയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ യേശുക്രിസ്തു എന്റെ പാപത്തിന് പരിഹാര ബലിയായിട്ട് മരിച്ചു എന്ന് ആദ്യം വിശ്വസിക്കണം. അതിനുശേഷം എന്താണ്, അതവിടെ നിൽക്കട്ടെ. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ പൗരോഹിത്യം സമ്പൂർണ്ണമായിട്ട് നീക്കം ചെയ്തു. ഇനി പൗരോഹിത്യ ശുശ്രൂഷ ഇല്ല. യേശുക്രിസ്തു ലേവ്യനല്ല, അവനൊരു യഹൂദനത്തെ എന്ന് മാത്രമല്ല, ഇനി യാഗമില്ലാത്തത് കൊണ്ട് പൗരോഹിത്യമില്ല എന്ന് മാത്രമല്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ആ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ട് അനേക വിശുദ്ധന്മാർ എഴുന്നേറ്റ് വന്നു. അന്നുവരെ മരണത്തിന്റെ അധികാരം സാത്താന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായിരുന്ന സാത്താനെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. ആ യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. എന്റെ പ്രിയപ്പെട്ട, നമ്മൾ കേട്ട പാട്ട് എങ്ങനെയാണ്? യേശുക്രിസ്തു രാജാതി രാജാവായിട്ട് മടങ്ങി വരുമ്പോഴേ നിന്റെ ഉന്നത ഭാവവും നഗള ഹൃദയവും മതഭക്തിയും പൗരോഹിത്യവും ഒന്നും അവന്റെ മുമ്പിൽ ചെലവായി പോകത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവൻ മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾക്കപ്പുറം നിങ്ങളെ തേടിയിരിക്കുന്ന സ്വർഗീയ സന്തോഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അവൻ എല്ലാ ജാതി മതസ്ഥരോടും, വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളും പുരോഹിതന്മാരും ഉൾപ്പെടെ, എന്ന് വെച്ചാൽ മരണമുള്ള എല്ലാവരോടും ദൈവം കൽപ്പിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. അതേ പ്രിയപ്പെട്ടത്, ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി യാഗമാക്കി അർപ്പിക്കപ്പെട്ട ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകകർത്താവും ഏകദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ സ്നാനമേൽക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ നാം യേശുക്രിസ്തുവിനോട് കൂടെ പാപസംബന്ധമായിട്ട് മരിച്ചുവെന്നും ആ ക്രിസ്തുവിനോട് കൂടി നമ്മൾ മരിച്ചത് വഴി ദൈവം നമ്മളെ പുതിയ സൃഷ്ടിയാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരികയും ചെയ്യും, പരിശുദ്ധാത്മാവിനെ തരും. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ യേശുക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും ദൈവമോവനെ മരണപാശങ്ങളെ വിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഈ പരിശുദ്ധാത്മാവിലാണെങ്കിൽ അതേ ആത്മാവിനെ നിനക്ക് തരാം. നീ എത്ര വലിയ പാപിയാണെങ്കിൽ ശരി, ഇന്ന് വേണമെങ്കിലും ആ ദൈവത്തിന്റെ അടുക്കലേക്ക് നിനക്ക് കടന്നു എന്ന് ആ രക്ഷ പ്രാപിക്കാം. നിനക്ക് രോഗം വന്നാൽ രോഗസൗഖ്യം കിട്ടിയിട്ടല്ലോ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അവണ്ണം പാപമോചനം നേടിയിട്ടല്ല ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പോകുന്നത്. ക്രിസ്തുവിൽ മാത്രമേ പാപമോചനമുള്ളൂ. നിന്റെ ഇതേ അവസ്ഥയിൽ നീ എത്ര കടും പാപിയായിരുന്നാലും കൊടും പാപിയായിരുന്നാലും അവന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ കുറ്റബോധം വേണ്ട. കഴിഞ്ഞ കാലങ്ങളിലുള്ള കുറ്റബോധം നിന്നെ ക്രൂരനാക്കി, സുബോധമില്ലാത്തവനാക്കി, തികഞ്ഞ മദ്യപാനിയാക്കിയെങ്കിൽ ഇതാ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അവന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിച്ച് നിനക്ക് സൗമ്യഭാവവും സമാധാനവും കുടുംബജീവിതവും എല്ലാം അവൻ അനുഗ്രഹിക്കും.
അനുഗ്രഹിച്ചു തരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ പ്രത്യാശ? അങ്ങനെ സ്നാനമേറ്റ് കർത്താവിനോട് കൂടെ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ 1000 വർഷം നമ്മൾ അവനോട് കൂടെ ഭൂമിയിൽ വാഴുകയും 1000 വർഷത്തിന് ശേഷം നമ്മൾ എന്താണ് ലോകാവസാനത്തിൽ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. ഇനി നമ്മുടെ മേൽ മരണമുണ്ടാകില്ല, കണ്ണുനീരുണ്ടാകില്ല, ദുഃഖമുണ്ടാകത്തില്ല, നിത്യാനന്ദം നമ്മുടെ തലമേലിരിക്കും. എന്നാൽ നമ്മൾ ഇതൊക്കെ വിട്ടുകളഞ്ഞ് നമ്മൾ അഹങ്കാരത്തോടും ഗർവത്തോടും ഇപ്പോഴായിരിക്കുന്ന മതഭക്തിയോടും മാനസാന്തരപ്പെടാതെയാണ് പുരോഹിതന്മാർ ഉൾപ്പെടെ മരിക്കുന്നെങ്കിൽ, സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധനായിട്ടല്ല നീ മരിക്കുന്നെങ്കിൽ, ഇന്നാണ് ക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്നത് ലോകം അവസാനിക്കുമെന്നും അന്ന് എന്റെ ഈ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വിട്ട് പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാവരും ഈ കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതേ പ്രസംഗം നിങ്ങളെ ന്യായം ഭരിക്കും. തെളിവെന്താണ്? പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം ദൈവം യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ രഹസ്യങ്ങളെ ന്യായം ഭരിക്കുന്ന ആളിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നവൻ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യപ്പെടുത്തും. നീ വിചാരിച്ച് നിന്റെ രഹസ്യങ്ങളെല്ലാം പരസ്യപ്പാകത്തില്ലെന്നില്ലേ? നിന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ പോലും അവൻ പരസ്യപ്പെടുത്തി. നിന്റെ എല്ലാ രഹസ്യങ്ങളും സകല മനുഷ്യരുടെ മുമ്പിൽ അവൻ പരസ്യപ്പെടുത്തി നിന്നെ അവൻ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാല് അന്ന് ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, സമുദ്രമില്ല, നീരുറവില്ല. ആ നരകത്തിയിലേക്ക് നമ്മൾ എറിയപ്പെട്ട് കഴിഞ്ഞാൽ പുരോഹിതന്മാരുടെ ധൂപപ്രാർത്ഥനയ്ക്കോ പിണ്ടാടിയതിനോ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നമ്മൾ എന്നേക്കുമായിട്ട് നരകാഗ്നിയിൽ വെന്തുരുവും. പ്രിയപ്പെട്ടവരെ, ആ ഭയങ്കരമായിരിക്കുന്ന നരകാഗ്നിയിൽ നിങ്ങളെ വീണ്ടെടുക്കുവാനത്രേ യേശുക്രിസ്തു മരിച്ചത്. അത് അറിവില്ലാത്തവരോട് പ്രസംഗിപ്പാനത്രേ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആകിയാൽ ഈ പ്രസംഗം നിങ്ങളെ ന്യായവിധിക്കല്ല, ഈ പ്രസംഗം നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.